നമസ്കാരം. ഞാനിന്ന് പ്രതിപാദിക്കുന്നത് ഫോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്നതാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ആക്ച്വലി അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എനി ആക്ഷൻ വിച്ച് കോസസ് പുൾ ഓർ പുഷ് ഓൺ എ ബോഡി ഈസ് കോൾഡ് ഫോഴ്സ്. എനി ആക്ഷൻ വിച്ച് കോസസ് പുൾ ഓർ പുഷ് ഓൺ എ ബോഡി ഈസ് കോൾഡ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ മേൽ പുഷോ പുള്ളോ നിർവഹിക്കാൻ കഴിവുള്ള ഒരു ആക്ഷൻ, അതിനെ നമുക്ക് ഫോഴ്സ് എന്ന് പറയാം. ഈ ഫോഴ്സ് പ്രധാനമായിട്ട് 4 തരത്തിലുള്ളതുണ്ട്, അഥവാ 4 തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ്, തേർഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സസ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ്. ഇങ്ങനെ 4 തരത്തിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ ഉണ്ട്. അപ്പോൾ എന്താണ്? ഒരു വസ്തുവിൻ്റെ മുകളിൽ പുഷോ പുള്ളോ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആക്ഷനെ നമുക്ക് ഫോഴ്സ് എന്ന് പറയാം. ഫോഴ്സ് പ്രധാനമായിട്ട് 4 വിധം: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സസ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ്. ഓക്കെ, ഈ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. SI യൂണിറ്റിൽ ഫോഴ്സിൻ്റെ അളക്കുന്നത് നമ്മൾ ന്യൂട്ടൺ ഉപയോഗിച്ചാണ്. എന്നാൽ അത് CGS യൂണിറ്റിൽ, അതായത് സ്മോളർ യൂണിറ്റായ CGS യൂണിറ്റിൽ അത് ഡൈനാണ്, DYNE, ഡൈ. അപ്പോൾ സാധാരണ വരുന്ന അടുത്ത ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ് SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? ന്യൂട്ടണാണ്. അതിൻ്റെ CGS സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ അത് ഡൈനാണ്. ഇനി ഈ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ദിശയിലായിരിക്കും അത് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫോഴ്സിന് ഒരേ സമയം ദിശയും ഒരു മാഗ്നിറ്റ്യൂഡുമുണ്ട്. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ഇത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ അത് ആക്ട് ചെയ്യുന്ന അതിന് ഒരു പ്രത്യേക ദിശയുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് a straight line along which a force is directed is called the line of action of the force. അതായത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്. അത് ഏതെങ്കിലും ഒരു സ്ട്രൈറ്റ് ലൈനിൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ട്രൈറ്റ് ലൈനിനെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് എന്ന് പറയും. ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ടാണ് ആ രീതിയിൽ വരുന്നത്. ഒരു റൊട്ടേഷണൽ എഫക്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, അതായത് ഒരു റൊട്ടേഷണൽ എഫക്റ്റിലാണ് ഫോഴ്സ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഫോഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് അതിൻ്റെ റൊട്ടേഷൻ്റെ ആ ആക്സിസ് നോക്കി ആ ആക്സിസിലായിരിക്കും ഇത് അനുഭവപ്പെടുക. അപ്പോൾ റൊട്ടേഷണൽ ഫോഴ്സസിൻ്റെ ആ ദിശ എന്ന് പറയുന്നത് അതിനെ നമ്മളെ എന്താണ്? മൊമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മൊമെൻ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ആ റൊട്ടേഷൻ്റെ ആക്സിസിലായി. ഏത് ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്താണോ ഈ ഫോഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ആക്സിസിലായിരിക്കും ഇതിൻ്റെ മൊമെൻ്റ് അനുഭവപ്പെടുക. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ഓർത്തിരിക്കണം. എന്താണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ
റൊട്ടേഷണൽ ഫോഴ്സിലെ അതിൻ്റെ ദിശ അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിസിലായിരിക്കും. അതായത് ഏത് ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്താണോ ആ ഫോഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്, റൊട്ടേഷൻ അനുഭവപ്പെടുന്നത് എന്നുള്ളത് ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ദിശയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ രണ്ട് കോമ്പോണൻറ്റുകളായിട്ട് നമുക്ക് പ്രതിപാദിക്കാൻ സാധിക്കും. കാരണം ഫോഴ്സ് ഏതൊരു ഡിറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴും ആ പ്രതലത്തിൽ അതിന് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. എപ്പോഴും ഫോഴ്സ് ഏത് ദിശയിലാകുമ്പോഴും ആ ഫോഴ്സിനെ നമുക്ക് എക്സ് കമ്പോണൻറ്റ് വെച്ചും വൈ കമ്പോണൻറ്റ് വെച്ചും, അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇതിനെ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ സാധിക്കും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ ഒരു കോമ്പോണൻറ്റ് അത് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് ആ ഫോഴ്സിൻ്റെ എക്സ് കോമ്പോണൻ്റ് എന്ന് പറയാം. എന്നാൽ അതിൻ്റെ ഒരു കോമ്പോണൻറ്റ് വൈ ആക്സിസിലാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് വൈ കോമ്പോണൻ്റ് എന്ന് പറയാം. അപ്പോൾ ഏതൊരു ഫോഴ്സ് ഏതൊരു ദിശയിൽ അനുഭവപ്പെടുമ്പോൾ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതിനെപ്പോഴും എക്സ് കോമ്പോണൻറ്റിൻ്റെയും വൈ കോമ്പോണൻറ്റിൻ്റെയും സ്വാധീനമുണ്ടാവും. അപ്പോൾ എക്സ് ആണോ കൂടുതൽ വൈ കോമ്പോണൻ്റ് ആണോ കൂടുതൽ എന്നതിനനുസരിച്ച് അതിൻ്റെ സ്വാധീനത്തിൽ വേരിയേഷൻ വരും. സോ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫോഴ്സ്, അത് എക്സ് എന്നല്ല എനി ഫോഴ്സ്, അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എപ്പോഴും എക്സ് കോമ്പണൻറ്റും വൈ കോമ്പണൻറ്റും ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഫോഴ്സസ് ആക്ടിങ് അറ്റ് ദ സെയിം ആംഗിൾ ഫ്രം ദ കോർഡിനേറ്റ് ആക്സിസ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സസ് കോൾഡ് കോമ്പണൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ഫോഴ്സ് ആണെങ്കിൽ അപ്പോൾ ആ ഫോഴ്സിനെ രണ്ട് കോമ്പണൻറ്റ്സ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്ത് പറയാം. അങ്ങനെ റിസോൾവ് ചെയ്ത് പറയുമ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് അനുഭവപ്പെടുന്ന ആ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റിനെ എക്സ് കമ്പോണൻ്റ് എന്നും വൈ ആക്സിസിന് പാരലായിട്ട് അനുഭവപ്പെടുന്ന ആ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റിനെ നമുക്ക് വൈ കമ്പോണൻ്റ് എന്നും പറയാം. യഥാർത്ഥത്തിൽ ഫോഴ്സ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ അതിന് എക്സ് കമ്പോണൻറ്റിൻ്റെയും വൈ കമ്പോണൻറ്റിൻ്റെയും സ്വാധീനം ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കോണ്ടാക്റ്റ് ഫോഴ്സസിനെ കുറിച്ചും അതുപോലെ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സസിനെ കുറിച്ചാണ്. ഈ ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ ഈ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന രീതിയിലും നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന രീതിയിലും ഫോഴ്സ് അനുഭവപ്പെടാറുണ്ട്, അതല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ബോളിനെ നമ്മുടെ കയ്യിലെടുത്ത് നമ്മളിങ്ങനെ ബലമായിട്ട് അതിനെ നമ്മുടെ മസ്കുലർ ഫോഴ്സ് കൊണ്ട് അതിൽ ഫോഴ്സ് പ്രയോഗിച്ചാൽ അതൊരു കോണ്ടാക്റ്റ് ഫോഴ്സാണ്. ഓക്കെ, അല്ല എങ്കിൽ നമ്മളൊരു പ്രതലത്തിലൂടെ ഒരു തടി ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ ആ തടിയുടെ മുകളിൽ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുകയാണെങ്കിൽ അതൊരു കോണ്ടാക്റ്റ് ഫോഴ്സാണ്. കാരണം അവിടെ ആ രണ്ട് പ്രതലങ്ങളും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതുപോലെ നമ്മളൊരു വസ്തുവിനെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ സ്ക്വീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആ വസ്തുവും നമ്മുടെ കയ്യിലെ മസിൽസും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അങ്ങനെ the force which act on bodies when they are in physical contact are called contact forces എന്ന് പറയാം. കോണ്ടാക്റ്റ് ഫോഴ്സ് പറയുന്നത് പോലെ തന്നെ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സുമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കാന്തത്തിൻ്റെ അടുത്ത് ഒരു കാന്തിക വസ്തു വെച്ച് കഴിഞ്ഞാൽ അത് അടുത്തടുത്ത് വരുന്നതനുസരിച്ച് ഈ കാന്തിക ശക്തി കൊണ്ട് ആ ഇരുമ്പിനെ ഈ മാഗ്നറ്റിങ് വലിച്ചു കൊണ്ടുപോരും. അപ്പോൾ അവിടെ ഈ മാഗ്നറ്റും ഈ ഇരുമ്പ് കമ്പിയും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു പീസും തമ്മിൽ അവിടെ ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ അവിടെ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഉയരങ്ങളിൽ നിന്നൊരു വസ്തു താഴോട്ട് വീഴുമ്പോൾ
അവിടെ ആ വസ്തുവും ഈ ഭൂമിയുമായി യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല. പക്ഷേ ആ വസ്തു താഴോട്ട് വരുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ്. സോ അതൊരു നോൺ കോണ്ടാക്റ്റ് ഫോഴ്സാണ്. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുകളുണ്ട്. കണ്ടിട്ടില്ലേ, നമ്മളൊരു ഡ്രൈ ആയ ഒരു സ്കെയിൽ കഷ്ണം എന്തെങ്കിലും നമ്മുടെ ഉണങ്ങിയ മുടിയിലൊക്കെ ഉരച്ച ശേഷം പേപ്പർ കഷ്ണത്തിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇങ്ങനെ ചാടി പിടിക്കും. അതിൻ്റെ കാരണം ആ ഫ്രിക്ഷൻ മൂലം അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുകയും ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോണ്ടാക്റ്റ് ഇല്ലാതെ തന്നെ അട്രാക്റ്റീവ് പവർ അതിനുള്ള അല്ലെങ്കിൽ ചാടി പിടിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതെല്ലാം നോൺ കോണ്ടാക്റ്റ് ഫോഴ്സുകളാണ്. അപ്പോൾ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്നാൽ എന്താണ് എന്ന് നോക്കിയാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ ഫോഴ്സ് which can be exerted by an object on another object even from a distance without any physical contact is non-contact force എന്ന് പറയും. അപ്പോൾ ഈ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾ, അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾ, ഇതൊക്കെ സാധാരണ നമുക്ക് ചോദിക്കാറുള്ളതാണ്. ഇതെല്ലാം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കോണ്ടാക്റ്റ് ഫോഴ്സായി, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സായി. അതുപോലെ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയും. അതാണ് മറ്റൊരു തരത്തിലുള്ള ഫോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഓഫ് ദ ബോഡി ഇൻ സർക്കുലർ മോഷൻ എന്നാണ്. അതായത് ഒരു ബോഡി സർക്കുലർ മോഷനിലായിരിക്കുമ്പോൾ, ഇങ്ങനെ സർക്കിളിൽ കിടന്ന് ഒരു ബോഡി കറങ്ങുമ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്കെന്ന് പറഞ്ഞാൽ അതൊരു സർക്കിളാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ, അതിൻ്റെ ആരത്തിൻ്റെ ദിശയിൽ, റേഡിയസിൻ്റെ ദിശയിൽ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടും. അതെപ്പോഴും ആ കറക്കത്തിൻ്റെ വേഗതയ്ക്ക് അനുസരിച്ചായിരിക്കും ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് അനുഭവപ്പെടുക. ഇതിനെയാണ് നമ്മൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സൈക്ലിസ്റ്റുകളൊക്കെ ഏതെങ്കിലും ഒരു കർവിൽ ചെല്ലുമ്പോൾ ഈ പെട്ടെന്നിങ്ങനെ ഒരു വളവ്, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ വേഗത്തിൽ ഓടിച്ചു പോകുമ്പോൾ ഒരു വളവിൽ ചെല്ലുമ്പോൾ ആ വളവിനനുസരിച്ച് അവർ ഇടത്തോട്ടാണ് വളവെങ്കിൽ ഇടത്തോട്ട് ചരിയുന്നതും വലത്തോട്ടാണ് വളവെങ്കിൽ വലത്തോട്ട് ചരിയുന്നതും കാണാം. ഇതിനെയാണ് നമ്മൾ സാധാരണ ബാങ്കിങ് ഓഫ് കർവ്സ് എന്നാണ് അതിന് പറയുന്നത്. ധാരാളം ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അതായത് ഈ സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷനായിട്ടാണ് ഈ ബാങ്കിങ് ഓഫ് കർവ്സിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ പെട്ടെന്നൊരു വളവുണ്ടാകുമ്പോൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് ചെല്ലുന്ന മോട്ടോർ സൈക്കിളായാലും സൈക്കിളായാലും ഒരു വാഹനമായാലും ആ വളവിലേക്ക് പെട്ടെന്ന് ആ വളവിലേക്ക് കടക്കുമ്പോൾ ആ വളവ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷനിലുള്ള ഒരു പാത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു മോട്ടോർ സൈക്കിൾ പെട്ടെന്ന് ഈ കർവിലേക്ക് വരുമ്പോൾ ആ മോട്ടോർ സൈക്കിൾ ഒരു സർക്കുലർ മോഷന് വിധേയമാകുന്നു, അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ്റെ ഒരു ഭാഗം അവിടെ കവർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കുലർ മോഷനിലുള്ള ഒരു ഓബ്ജക്റ്റിന് സെൻട്രിപീറ്റൽ ഫോഴ്സ് അനുഭവപ്പെടും എന്ന് നമുക്കറിയാം. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ എങ്ങോട്ടാണോ വളവ് അങ്ങോട്ടൊരു സെൻട്രിപീറ്റൽ ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ അതിന് എതിരെ ഒരു സ്യൂഡോ ഫോഴ്സ് അനുഭവപ്പെടും സ്വയം. അതായത് നമ്മൾ പോലും അറിയാതെ ഈ സെൻട്രിപീറ്റൽ ഫോഴ്സിനെതിരെ ഒരു സ്യൂഡോ ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ആ സ്യൂഡോ ഫോഴ്സ് എന്ത് ചെയ്യും? ഈ മോട്ടോർ സൈക്കിളിനെ വലത്തോട്ടടിക്കും. അതായത് ഇടത്തോട്ടാണ് തിരിയുന്നെങ്കിൽ വലത്തോട്ട് മറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഓവർകം ചെയ്യുന്നതിനാണ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവരെന്ത് ചെയ്യുന്നത്? ഇടത്തോട്ടാണ് വളയ്ക്കുന്നതെങ്കിൽ ഇടത്തോട്ട് തന്നെ ഒന്ന് ചരിയും. അങ്ങനെ ഇടത്തോട്ട് ചരിയുമ്പോൾ അവിടെ ബാലൻസ്, അതായത് കൂടുതൽ സെൻട്രിപീറ്റൽ ഫോഴ്സിന് കൂടുതൽ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സിന് ഹെൽപ്പാകുന്ന രീതിയിൽ നമ്മൾ ആ വശത്തേക്ക് ചരിയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുന്നതുമായി അത് ബാലൻസ് ആകും. അല്ലെങ്കിൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടായി നമ്മൾ അങ്ങോട്ട് മറിയാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങോട്ട് മറിയാനുള്ള ഇതെന്ന് പറഞ്ഞാൽ സെൻട്രിപീറ്റൽ ഫോഴ്സിന് എതിരെ അനുഭവപ്പെടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട്, സ്യൂഡോ ഫോഴ്സ് കൊണ്ടാണ് നമ്മളെ റൈറ്റ് സൈഡിലേക്ക്
മറിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള മറിവ്, അങ്ങോട്ടുള്ള മറിയാനുള്ള സാധ്യത ഒഴിവാക്കാനാണ് ഇടത്തോട്ട് ചരിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടത്തോട്ട് ചരിഞ്ഞ് കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ മോട്ടോർ സൈക്കിൾ റേസിലൊക്കെ കാണാം, എങ്ങോട്ടാണ് തിരുന്നത് വളരെയധികം കൂടുതൽ ചരിയാറുണ്ട്. അതായത് വളരെയധികം കൂടുതൽ ചരിഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ ആ കർവിലൂടെ പോകാം. അല്ലെങ്കിൽ വേഗം കുറച്ചാൽ കുറച്ച് ചരിഞ്ഞാൽ മതി. വളരെ സ്ലോയിൽ പോയാൽ നമുക്ക് ചരിവ് പോലും ഇല്ലാതെ പോകാം. അപ്പോൾ ആ വസ്തുവിൻ്റെ അഥവാ മോട്ടോർ സൈക്കിളിൻ്റെ അല്ല ആ വാഹനത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ചുള്ള ആ കർവിൽ വരുമ്പോൾ ആ വേഗതയ്ക്ക് ആനുപാതികമായിട്ട് നമ്മൾ ബോഡിയെ ബാലൻസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മൾ കൊടുത്തില്ല എങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഈ നല്ല ഹൈവേ നിലവാരത്തിലുള്ള വലിയ റോഡുകളെല്ലാം പണിയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വളവിൽ വരുമ്പോഴുള്ള ആക്സിഡൻറ്റുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി റോഡ് പണിയുമ്പോൾ തന്നെ എങ്ങോട്ടാണോ വളവുള്ളത് അതിൻ്റെ എതിർവശം ഉയർത്തി പണിയുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് നമ്മൾ ഈ റോഡുകളിൽ ബാങ്കിങ് എന്ന് പറയുന്നത്, ബാങ്കിങ് ഓഫ് കർവ്സ് എന്ന് പറയുന്നത്. വളവുകളിലെ അതിലെ ഏത് ഭാഗത്തേക്കാണോ വളയുന്നത് അതിൻ്റെ എതിർവശം കുറച്ച് ഉയർത്തി പണിയും. അപ്പോൾ നമുക്ക് അവിടെ ആ സെൻട്രിപ്യൂട്ടൽ ഫോഴ്സിൽ അനുബന്ധിച്ച് നമ്മൾ ഇങ്ങോട്ട് ചരിഞ്ഞില്ല എങ്കിലും അതിൻ്റെ റൈറ്റ് സൈഡ് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ആ സ്യൂഡോ ഫോഴ്സ് കൊണ്ട് അപ്പുറത്തേക്ക് മറിഞ്ഞ് അപകടമുണ്ടാക്കാനുള്ള സാധ്യത ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതാണ് ബാങ്കിങ് ഓഫ് കർവ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ, ഈവൻ മരണക്കിണറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പോലും സാധാരണഗതിയിൽ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സെൻട്രിപീറ്റൽ ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് അനുഭവപ്പെടുന്ന ആ സ്യൂഡോ ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സർക്കുലർ മോഷനുള്ള ഒരു ഓബ്ജക്റ്റിൽ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ സ്യൂഡോയായിട്ട് ഓപ്പോസിറ്റായിട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് അതേതാണ്, അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഒക്കെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ ക്രീം സെപ്പറേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത്. ക്രീം സെപ്പറേറ്റർ നിങ്ങൾക്ക് അറിയാമോ? ഈ തൈര് കടഞ്ഞിട്ട് അതിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ക്രീം സെപ്പറേറ്റർ എന്നാണ്. വളരെ സ്പീഡിൽ ഇതിനെ ഇട്ട് അടിക്കുമ്പോൾ വെണ്ണ അകന്നു വരും. കാരണം വെണ്ണയ്ക്ക് അവിടെ ഡെൻസിറ്റി കുറവാണ് വെള്ളത്തേക്കാൾ. അപ്പോൾ അത് അകന്നകന്ന് മാറി നിൽക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ് അത് അകന്നു പോകുന്നത്. അതുപോലെ ഒരു വാഷിംഗ് മെഷീനിലെ ഡ്രയറിലിട്ടിട്ട് വസ്ത്രം നമ്മളിങ്ങനെ ഉണക്കുന്ന സമയത്ത് ആ ഡ്രയർ വർക്ക് ചെയ്യുമ്പോൾ, അതായത് സർക്കുലർ മോഷൻ ആ ഡ്രയർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടാകുകയും അതിനെതിരെ ഒരു സെൻട്രിഫ്യൂഗൽ സ്യൂഡോ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഫോഴ്സ് കൊണ്ട് രണ്ട് വെയിറ്റുള്ള, അതായത് വസ്ത്രവും വെള്ളവും രണ്ടിനും രണ്ട് ഭാരമാണ് അല്ലെങ്കിൽ രണ്ട് ഡെൻസിറ്റിയാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ ഭാരത്തിനനുസരിച്ച് അതിനെ അകന്നു മാറിപ്പോവും. ഭാരം കൂടിയത് കറങ്ങുന്ന അതേ വേഗതയിലായിരിക്കില്ല ഭാരം കുറഞ്ഞത് കറങ്ങുന്നത്. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റായിട്ട് കറങ്ങുകയും അങ്ങനെ സെപ്പറേറ്റായിട്ട് കറങ്ങി ആ വെള്ളം വെളിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ അത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വാഷിംഗ് മെഷീൻ്റെ ഡ്രയറിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ, ക്രീം സെപ്പറേറ്റിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ, ഇതെല്ലാം ഈ സെൻട്രിപീറ്റൽ ഫോഴ്സിനെയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയും ഡിപ്പെൻഡ് ഇരിക്കുന്നു. എവിടെയെങ്കിലും ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സ്യൂഡോ ഫോഴ്സായിട്ട് ഉണ്ടാകും എന്നുള്ള പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ധാരാളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ് ഈ ഫോഴ്സ് എന്ന ചെറിയ ഭാഗം. കാരണം ഈ ബാങ്കിങ് ഓഫ് കർവ്സ് ആയാലും അല്ലാത്ത രീതിയിലായാലും ധാരാളം ചോദ്യങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ചോദ്യം നോക്കിക്കേ. എ പേഴ്സൺ ഫ്രം പാരച്യൂട്ട് falls slowly to ground due to option 1 thrust, option 2 air resistance, option 3 friction, option 4 air friction. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആൾ പാരച്യൂട്ടിൽ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ അവിടെ അനുഭവപ്പെടുന്ന ഏത് ഫോഴ്സാണ്, ഏത് ഫോഴ്സ് കൊണ്ടാണ് അയാൾ വളരെ മെല്ലെ തന്നെ താഴോട്ട് വരുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ പാരച്യൂട്ട് വിടരുമ്പോൾ അവിടെ എയർ റെസിസ്റ്റൻസ് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 എയർ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കുക. ഫ്രിക്ഷൻ ആക്ട്സ് ഓൺ ഓപ്പോസിറ്റ് ഡിറക്ഷൻ
and it can affect an object too. Friction acts on opposite direction and it can affect on object too. 1 slow down, 2 stop, 3 both 1 and 2, അതായത് സ്ലോ ഡൗണും സ്റ്റോപ്പും, 4 സ്പീഡ് ഓപ്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ എന്താണ് ചെയ്യുന്നത്? ഒരു വസ്തുവിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുമ്പോൾ ശരിക്കും ആ വസ്തുവിൻ്റെ ആ മുന്നോട്ടുള്ള പ്രയാണം സ്ലോ ഡൗൺ ആകുകയും ചിലപ്പോഴത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും, ഇല്ലേ? അപ്പോൾ 2 രീതിയുണ്ട്, അതായത് സ്ലോ ഡൗൺ ആകുകയും സ്റ്റോപ്പ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ബോത്ത് 1 and 2 എന്ന് പറയുന്നതാണ് അവിടുത്തെ ശരിയായ ഉത്തരം. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. ദ ഫോഴ്സ് ഓഫ് ലിഫ്റ്റ് ഓൺ aeroplane acts upwards in direction of weight of plane which pulls it. another question വായിക്കാം. The force of lift on aeroplane acts upwards in direction of weight of plane which pulls it. Option 1 upward, 2 downward, 3 forward, 4 backward. അപ്പോൾ ആ ലിഫ്റ്റ് അനുഭവപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്ക് ആ എയ്റോപ്ലെയിൻ മുകളിലേക്കാണ് പൊങ്ങുന്നത്. അപ്പോൾ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഡൗൺവേർഡിൽ നിന്ന്, ഡൗൺവേർഡുള്ള ആക്ഷന് എതിരെയാണ് അവിടെ ലിഫ്റ്റ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഡൗൺവേർഡ് എന്നുള്ളതാണ്. ദ ഫോഴ്സ് ഓഫ് ലിഫ്റ്റ് ഓൺ എയ്റോപ്ലെയിൻ ആക്ട്സ് അപ്വേർഡ്സ് ഇൻ ഡിറക്ഷൻ ഓഫ് വെയ്റ്റ് ഓഫ് പ്ലെയിൻ വിച്ച് പുൾസ് ഇറ്റ് ഡൗൺവേർഡ്. അതായത് പ്ലെയിനിൻ്റെ വെയ്റ്റ് അതിനെ താഴോട്ട് ഡൗൺവേർഡ് പുള്ള് ചെയ്യുമ്പോൾ അതിനെതിരെയാണ് ലിഫ്റ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമത്തതാണ് കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ആക്ഷൻസ് ലൈക്ക് സ്ക്വീസിങ്, ലിഫ്റ്റിംഗ് ആൻഡ് പ്രസ്സിങ് നീഡ്സ്, ഇതിനൊക്കെ എന്ത് വേണം? 1 പുൾ, 2 പുഷ്, ബോത്ത് 1 and 2, 4 എനർജി. എന്താണ്? സ്ക്വീസിങ് ആയാലും ലിഫ്റ്റിംഗ് ആയാലും ഇതിനെല്ലാം എന്താ വേണ്ടത്? പുള്ളോ പുഷോ മാത്രം പോരാ, രണ്ടും വേണം. പുള്ളും വേണം, പുഷും വേണം, എങ്കിലേ അത് ശരിയാവുകയുള്ളൂ, സ്ക്വീസിങ്. സോ ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കുക. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 1 2 masses, second 3 masses, 3 magnets, 4 2 poles. എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്? അതെന്താണ്? അത് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 masses ആണ്. അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അത് പറയുന്നുണ്ട്. സോ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ 1 ആണ്. ഇനി മറ്റൊരു ചോദ്യം നോക്കുക. ദ എയർ റെസിസ്റ്റൻസ് ആക്ട്സ് ഓൺ എ പ്ലെയിൻ ഈസ് ഓപ്പോസിറ്റ് ഓഫ്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ തന്നെ വേറൊരു വകഭേദമാണത്. നോക്കിയേ. ദ എയർ റെസിസ്റ്റൻസ് ആക്ട്സ് ഓൺ എ പ്ലെയിൻ ഇൻ ഓപ്പോസിറ്റ് ഓഫ് വാട്ട്? ത്രസ്റ്റ്, ലിഫ്റ്റ്, വെയ്റ്റ്, ഡ്രാഗ്. ത്രസ്റ്റിനെതിരാണോ, അല്ലെങ്കിൽ ലിഫ്റ്റിനെതിരാണോ, വെയ്റ്റിനെതിരാണോ, ഡ്രാഗിനെതിരാണോ? ഏതാണ്? ദ എയർ റെസിസ്റ്റൻസ് ആക്ട്സ് ഓൺ എ പ്ലെയിൻ ഓപ്പോസിറ്റ് ഓഫ് ദ ത്രസ്റ്റ് എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? ത്രസ്റ്റിനെതിരെയാണ് എയർ റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നത് എയറോപ്ലെയിനിന്. ഓക്കെ, സോ ഓപ്ഷൻ 1 ആണ് കൃത്യമായ ആൻസർ. വേറൊരു ചോദ്യം കൂടെ നോക്കാം, ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്. ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു കീപ്പ് എ ബോഡി ഇൻ മോഷൻ. ഹൂ ഗീവ്സ് ദിസ് ഐഡിയ? ഒരു ബോഡി മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ഇതാരാണ് ഈ ഐഡിയ തന്നയാൾ? 1 ഗലീലിയോ, 2 അരിസ്റ്റോട്ടിൽ, 3 ഐൻസ്റ്റീൻ, 4 ന്യൂട്ടൺ. ശരിയായ ഉത്തരം ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അവിടെ കുറച്ച് പോയിൻറ്റുകളേ ഉള്ളൂ, എങ്കിലും ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന മെക്കാനിക്സിലൊരു ഭാഗമാണ് ഫോഴ്സ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗങ്ങൾ കേൾക്കുകയും അതിൻ്റെ MCQ ആൻസർ ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് അത് ബൈ ഹാർട്ടായിട്ട്
മനസ്സിലാക്കി പഠിക്കണം. എന്തുകൊണ്ടാണ് ഓപ്ഷൻ വന്നു, ആൻസർ വന്നു എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയുള്ളൂ. നമുക്ക് ഏതൊരു ടെസ്റ്റും, റാലി ആയാലും MNS ആയാലും അല്ലെങ്കിൽ BSF, CSF, RPF ഏത് തന്നെ ആയാലും, ഈവൻ CDS അല്ലെങ്കിൽ അഫ്കാറ്റ് ടെസ്റ്റ് ആയാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ള ബേസിക് സയൻസ് ഭാഗങ്ങളാണ് കൂടുതലായിട്ട് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, നമസ്കാരം. ഹാവ് എ നൈസ് ടൈം.